ഈ കൊണ്ടുപോകുന്നത് പന്നിനെ എങ്ങനെ താലോലിച്ച് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് തോന്നും, പക്ഷെ പന്നിയല്ല കേട്ടോ, അത് വരാഹ ദേവനാണ്. അതായത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നായിട്ടുള്ള വരാഹ ദേവനെ പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കുറച്ച് സംഖികളാണ്. അത് കൊണ്ടുപോകാനുള്ള കാരണം വളരെ സിമ്പിളാണ്. തൊട്ടപ്പുറത്ത് നാളെ ബലിപെരുന്നാൾ ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അവിടെ ആടിനെ അറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആടുകളെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് സഹിച്ചില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് വരാഹദേവന്, അതായത് പന്നി ആയിട്ടുള്ള ആ ഒരു ജീവിയെ കൊണ്ടുവന്നിട്ട് ഒരു പൂജ നടത്താം എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാണ് നമ്മുടെ മുംബൈയിലെ കുറച്ച് സംഖ്യകൾ പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി മാറേണ്ട ഒരു കാര്യമാണ്. എന്തോ ഭാഗ്യത്തിന് ഇന്നലെ അത് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യുക, പണ്ടും നമ്മൾ ഇവിടെ പെരുന്നാൾ ഉണ്ടായിരുന്നു, എന്താ പറയുക, വരാഹദേവൻ ഉണ്ടായിരുന്നു, ഹോളി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പെരുന്നാളിൽ നമ്മൾ ബലി കൊടുക്കാറുണ്ടായിരുന്നു, ആർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബലി കൊടുക്കുന്നവരെ കൊടുക്കും, കൊടുക്കേണ്ടാത്തവർ കൊടുക്കുന്നില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും ഫെസ്റ്റിവൽസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇന്ത്യയിൽ അങ്ങനെയല്ല. ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞ, സൗത്ത് ഇന്ത്യയിലേക്കും വലിയ കുഴപ്പമില്ല, കേരളത്തിലോട്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് ഹോളിക്കും അതല്ലെങ്കിൽ ശിവരാത്രിക്കും മറ്റ് ദീപാവലിക്കും ഒന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ ഈദ്, അതായത് പ്രത്യേകിച്ച് ഈദ്, ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു ജനത നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വ കുരുവിൻ്റെ തനി കൊണം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഈ ഒരു അവസ്ഥ. അതായത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് നേരിട്ട് പോകാം. അപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് തൊട്ടിട്ട് കാണാൻ നോക്കുക. മാക്സിമം ആളുകളുടെ അടുത്തോട്ട് വീഡിയോ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലാണ്ട് നമ്മുടെ ചാനൽ പൊട്ടിക്കാനും നമ്മുടെ വീഡിയോസ് ഡൗൺ ചെയ്യിപ്പിക്കാനൊക്കെ പല രീതിയിലും പല ആളുകളും പല സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് എസ്കേപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനൽ മിസ്സായി പോകേണ്ടതെന്ന് എന്തോ ഭാഗ്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് മാക്സിമം തരിക. മുംബൈയിലെ മീര റോഡിൽ ഉണ്ടായിട്ടുള്ള പൂനം എസ്റ്റേറ്റ് ക്ലസ്റ്റർ 1 ഹൗസിംഗ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വർഗീയ സംഘർഷത്തിൻ്റെ തുടക്കമാണ് നമ്മൾ ആ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് അതൊരു വലിയ പ്രശ്നത്തിലോട്ട് പോകാണ്ട് തൽക്കാലം ഒതുങ്ങി നിന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അത് പൊട്ടിപ്പുറപ്പെടുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്നു എങ്കിൽ കാരണം നിസ്സാരമല്ല. അത് വലിയ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വൃത്തികെട്ട രീതിയിലോട്ട്, അങ്ങനെ തന്നെ പറയാമല്ലോ, സംഖ്യകളെ കൊണ്ട് വൃത്തികെട്ട രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നാളെ ഈദായതുകൊണ്ട് തന്നെ ഈദിന് അറക്കാൻ അവിടെ ഇപ്പം എന്താ പറയുക, പശുവിനെ അല്ലെങ്കിൽ കാളനെ അറക്കാൻ പാടില്ല, എരുമനെ അറക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് മീര റോഡിലെ ഒരു സൊസൈറ്റിയിൽ 25ഓളം മുസ്ലിം കുടുംബങ്ങളുള്ള സൊസൈറ്റിയാണ്. വേറെ എല്ലാവരും മിക്സ്, ഇന്ത്യയല്ലേ, മതേതരത്തരം ഒക്കെ ഉള്ള രാജ്യമല്ലേ, എല്ലാവരും ഒക്കെ ഒരുമിച്ചുണ്ട്. അപ്പം എല്ലാ സ്ഥലത്തുനിന്നും ഒന്നും അറക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ ഇനി പശുവിനല്ല, അതായത് ബീഫിനെ അല്ലെങ്കിൽ ആടിനെയൊക്കെ നിങ്ങൾക്ക് ബലി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങോട്ട് നാളെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്, ഇന്നലെ അങ്ങോട്ട് കുറച്ച് ആടുകൾ എത്തിച്ച് ഒരു 10-25 ആടുകളുണ്ട്. കാരണം അവിടെ ഒരു 10-15 ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട്, മുസ്ലിം ഫാമിലി. അപ്പോൾ അവരവിടെ താൽക്കാലിക ഒരു ഷെഡ് കെട്ടി അങ്ങോട്ട് ഈ ആടുകളെ കൊണ്ട് അവിടെ വെച്ച് നാളെ ഈ പറഞ്ഞ ഷെഡിലോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അങ്ങനെ ഈ ഹൗസിംഗ് കോളനി വരുന്നത് ഹൗസിംഗ് സൊസൈറ്റി കോംപ്ലക്സിനുള്ളിൽ ഏകദേശം 25 ആടുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ഷെഡാണ് നിർമ്മിച്ചിരുന്നത്. സൊസൈറ്റിയിലെ മുസ്ലിം ഭാരവാഹികൾ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായിട്ട് സൊസൈറ്റി മീറ്റിംഗ് വിളിക്കാതെയോ ഈ വെയിറ്റിംഗ് ഷെഡ് അനുമതി നൽകിയത് എന്ന് അവിടുത്തെ ഹിന്ദു താമസക്കാർ ആരോപിച്ച് അവർ എത്രയും പെട്ടെന്ന് ഗോരക്ഷ, പശുരക്ഷ, ആടുരക്ഷ, പോത്തുരക്ഷ, പിന്നെ ഹിന്ദുരക്ഷ, അങ്ങനത്തെ കുറേ ടീമുകളെ വിളിച്ചു. അതായത് സംഘപരിവാരങ്ങളുടെ വാരവാണങ്ങളെ വിളിച്ചു. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഇവിടെ ആടിനെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. പശുമ്പല്ല കേട്ടോ, പശുമാതാവോ പശുദൈവമോ ഒന്നുമല്ല, ആടിനെയാണ് കൊണ്ട് കെട്ടിയിട്ടുള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. ഇത് കേട്ടേം പാടും നമ്മുടെ പശു ഗോരക്ഷ നേതാക്കളും അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലത്തെ മറ്റ് വലിയ വലിയ ടീംസ് അങ്ങോട്ട് ഓടിയെത്തുന്നു. കയ്യിൽ ഒരു പന്നിക്കുട്ടിയുണ്ട്. അപ്പോൾ ഈ പന്നിനെ കൊണ്ട് എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ പരസ്പരം അടുപ്പിക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചപ്പം അത് പന്നിയല്ല, അത് വരാഹദേവനാണ്. അവരവിടെ മുസ്ലിങ്ങൾ ആടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ടപ്പുറത്ത് വരാഹദേവനെ വെച്ചിട്ടുള്ള പൂജകൾ നടത്താനുള്ള പരിപാടിയാണെന്നാണ് സംഘികൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് വരാഹദേവനായിട്ട് കണ്ടാൽ മതി, അതൊരു പന്നി എന്നുള്ള മൃഗമായിട്ട് നിങ്ങൾ കാണണ്ട എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടെ ഒരു വലിയ കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കേണ്ട ഒരു സ്ഥലത്തോട്ട് പോലീസ് ഇടപെടുന്നു. പോലീസ് ഇരു കൂട്ടരെയും അടിക്കുന്നു. അവസാനം പോലീസ് ഒരു തീരുമാനത്തോട്ട് എത്തുന്നു. അവിടെ
കെട്ടിയിട്ടുള്ള ആടുകളൊക്കെ നിങ്ങൾ അയച്ചുകൊണ്ട് പൊക്കോളെ എങ്ങോട്ട് വെച്ചാൽ. അതായത് ഈ പറഞ്ഞ പശുമ്പൻ്റെ ആരാധകരെയും അല്ലെങ്കിൽ സംഘികളെയും അവിടെ കൂടിയിരിക്കുന്ന മറ്റ് സംഘപരിവാണങ്ങളെയും ഞങ്ങളെ കൊണ്ട് നീക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആടിനെയും കൊണ്ട് എങ്ങോട്ടാണ് നിങ്ങൾക്ക് വെച്ച സ്ഥലമെങ്കിൽ അങ്ങോട്ട് പൊക്കൂട, ഇവിടെ ആടിനെ കെട്ടിടാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ആടുകളെ കൊണ്ടുപോകാനുള്ള ഒരു സംഭവം ഒരുക്കി. മുസ്ലിങ്ങൾ അത് കേട്ടു, അവരവിടുന്ന് ആടുകളെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഒരു വലിയൊരു കമ്മ്യൂണൽ വയലൻസ് നടക്കേണ്ട ഒരു സ്ഥലത്ത് അത് മുസ്ലിങ്ങൾ ഇടപെട്ടതുകൊണ്ടും അല്ലെങ്കിൽ അവർ സ്വയം തീരുമാനിച്ചതുകൊണ്ടും അവിടെ നിന്ന് ഇല്ലാണ്ടായി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പണ്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ അറക്കലും ഈ പണ്ടുണ്ടായിരുന്നു ഈ പന്നികൾ ഇതേപോലെ നടക്കലും. ഇപ്പോഴും കാണാം നമുക്ക്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പന്നി റോട്ടിലൂടെ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒന്നും വരാഹദേവനായിട്ട് ആരും എടുത്ത് പാലൂട്ടി നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യം, അങ്ങനെയൊക്കെയാണ് നമ്മളെ സംഘികൾ, അങ്ങനെയൊക്കെയാണ് സംഘപറി വാണങ്ങൾ ആ രീതിയിലോട്ട് രാജ്യത്തിനെ മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങോട്ട് കൊണ്ടുപോകുക കെട്ടുകൊള്ളുക. ഇപ്പം ഉത്തർപ്രദേശിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും UP മറ്റ് എന്താ പറയുക ബംഗാളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. അതായത് പശുമ്പൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വേണം, 15 വയസ്സ് കഴിഞ്ഞാലേ ഇറക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും പശുമ്പൻ്റെ അച്ഛനോടും അമ്മനോടും ഒക്കെ അനുവാദം വാങ്ങിക്കണം. അതൊക്കെ വാങ്ങിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇനി ബീഫ് അല്ലെങ്കിൽ അവിടെ ബീഫ് അറക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അത് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഒന്നും ഇനി ബീഫ് ഇറക്കാനൊന്നും പറ്റില്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിഗൂഢമായിട്ടുള്ള ഉൾപ്രദേശങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം അറുത്ത് അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചു വന്നോളാം, ഇങ്ങോട്ടൊന്നും പുറത്തോട്ട് വരരുത് എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്. ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. ഗോവധ നിരോധനം ഇന്ത്യ മൊത്തം ആക്കണം. അത് അടിയന്തരമായിട്ട് ആ ഹർജി ഇന്നലെ, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേൾക്കണം എന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞത്. നാളെ ഈദാണ്, അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൽ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു ഹർജിയാണ് സുപ്രീം കോടതിയിലോട്ട് വന്നത്. പക്ഷേ സുപ്രീം കോടതി ചിന്തിച്ചു നാളെ ഈദാണ്, ഇപ്പം തന്നെ ഇത് പറഞ്ഞ് നാടിനെ മൊത്തം അങ്ങോട്ട് അടിച്ച് പിരിച്ച് അങ്ങോട്ട് തീർത്ത് വിടണോ എന്നുള്ള ചിന്ത സുപ്രീം കോടതിക്കുള്ളതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ, എത്ര അടിയന്തരമായിട്ടൊന്നും ചെയ്യേണ്ട, നാളത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി. പക്ഷേ വളഞ്ഞു തിരിഞ്ഞ് അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തോട്ട് വരാൻ പോകുന്ന നിയമങ്ങൾ. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പം ഇന്നലെ ഈ മുംബൈയിൽ നമ്മൾ ഈ മീര റോഡിലുണ്ടായിട്ടുള്ള സംഭവം നമ്മൾ കണ്ടു. ഇവിടുത്തെ ഒരു സത്യമുണ്ട്, ഇത് ആദ്യമായിട്ട് വരുന്ന സംഭവമല്ല. എല്ലാ വർഷങ്ങളിലും അവിടുത്തെ ആ മുസ്ലിം ഫാമിലീസ് ഇത് ചെയ്യാറുണ്ട്. അവർ ഇതേപോലെ ആടുകളെ കൊണ്ടുവരാറുണ്ട്, അവിടെ കെട്ടാറുണ്ട്. മറ്റ് സ്ഥലങ്ങൾ എവിടെയാണോ അറക്കുന്ന സ്ഥലങ്ങൾ അവിടെ നിന്ന് ചെയ്യാറുണ്ട്. അത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ആടുകളെ കൊണ്ടുവന്നിട്ട്, പക്ഷേ ഈ പ്രാവശ്യം ആടുകൾ 15ഉം 18ഉം ഒക്കെ ആടുകൾ, ഇപ്രാവശ്യം 25 ആടുകൾ വന്നിട്ടുണ്ട്. 25 ആടുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടുന്ന് തന്നെ അറുത്താളും എന്നാണ് അവർ എന്താ പറയുക പ്രസ്താവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് നിയമവിരുദ്ധമായിട്ടൊരു കാര്യം ഇവിടെ നടത്താൻ പോകുന്നു എന്നുള്ള വ്യാജ പ്രചരണമാണ് ആ പരിപാടികൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഏതാണെങ്കിലും ഹിന്ദു സംഘടനകൾ ഒരു പന്നിയെ കൊണ്ടുവന്ന് സൊസൈറ്റിക്ക് മുമ്പിൽ എത്തിച്ചു. ആടുകളെ പോലെ ഇനി ഇതിനെയും ബലി നൽകിക്കൂടെ എന്ന് അവർ ചോദിച്ചു. ഓക്കെ, പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വരാഹദേവൻ അവിടെ വെച്ചിട്ട് എന്താ പറയുക ബലി നൽകിക്കൂടെ എന്നുള്ള ചോദ്യം കൂടെ ഉയർത്തിയിട്ടുണ്ട്. ഏതാണ് ബഹളത്തിൽ മൃഗത്തിന് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അതിൻ്റെ കൈകളിൽ എടുത്ത് ഓടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇതിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സമയത്ത് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. ജയ ശ്രീരാം, ഹനുമാൻ ചാലിസ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സമയങ്ങളായിരുന്നു ഈ സമയത്ത്. ഈ അടിപിടി ഒക്കെ നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നാമ്പുറ കാഴ്ചകളായിട്ട് നടന്നത്. ഇനി സിമ്പിളാണ്. അതായത് പുതിയ നിയമങ്ങൾ പ്രകാരം പറഞ്ഞ ഒരു സ്ഥലത്തും നിസ്കരിക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിലോട്ടോ, പ്രത്യേകിച്ച് പള്ളിയുടെ പുറത്തോട്ടോ ഈ പറഞ്ഞ വഴി നടക്കുന്ന സ്ഥലങ്ങളിലോട്ടോ റോഡിൻ്റെ സൈഡിലോട്ടോ ഒന്നും പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് ആളുകൾ കൂടിക്കഴിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. എന്താണ് മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ഗതാഗതം മുടക്കി ആളുകളുടെ നടന്നു പോകുന്ന വഴിയൊക്കെ മുടക്കാൻ പാടുണ്ടോ? നിങ്ങൾ പെരുന്നാളിന് ഇപ്പം കൊല്ലത്തിൽ 2 പെരുന്നാളെങ്കിൽ 2 ദിവസത്തിൽ 5 മിനിറ്റ് നിസ്കാരമേ ഉള്ളൂ. അതൊന്നും പാടില്ല, നടക്കുന്ന കാര്യമില്ല, സമ്മതിക്കില്ല. കാരണം അതിന് പകരം വേണമെങ്കിൽ അതിലൂടെ നമുക്ക് കാവടി യാത്ര, അതായത് കൻവാർ യാത്ര ഉണ്ടല്ലോ, യാത്രകൾ നമ്മൾ നടത്തും. നമ്മൾ ആ യാത്ര പോകുന്ന വഴിയിലുള്ള മുസ്ലിം പള്ളികൾ നമ്മൾ മറച്ച് കെട്ടിയിടും. അതായത് നമ്മൾ കവർ ചെയ്യും. അല്ലെങ്കിൽ മുസ്ലിം ആളുകളുടെ താമസ സ്ഥലങ്ങൾ അതിനെ പോകുന്ന വഴിയിലുണ്ടെങ്കിൽ അന്ന് അവരൊന്ന് ഒഴിഞ്ഞു പൊക്കോളണം. മുസ്ലിം ഹോട്ടലുകളും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഈ ദിവസങ്ങൾ അടച്ചിടണം. അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ, അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ മുസ്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം, പ്രത്യേകിച്ച് പള്ളിയിൽ നിസ്കാരം ഉണ്ടാകുമ്പോൾ 5 മിനിറ്റ് നിസ്കരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം നമ്മൾ ചങ്കികളല്ലേ അല്ലേ, നമ്മൾ സംഘ പരിവാണം എന്നുള്ള ഒരു പേര് നമ്മുടെ കൂട്ടത്തിലുകൊണ്ട് നമ്മൾ ആ പരിത്തരങ്ങൾ കാണിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ ഹോളിയുള്ള സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പള്ളിയുടെ മേലോട്ട് ഞങ്ങൾ കളർ എടുത്തെറിയും, ഞങ്ങൾ വെള്ളം ചീറ്റും. റോട്ടിലൂടെ നടന്നു പോകുന്ന ആളുകൾ ആരാണെങ്കിലും അവരെ മേലോട്ട് ഞങ്ങൾ കളർ എറിയും, അവരെ മുഖത്തോട്ട് ഞങ്ങൾ പശ ഒഴിക്കും, അവരെ മുഖത്തോട്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കും, അവരെ ഞങ്ങൾ കെട്ടിപ്പിടിക്കും. പെൺകുട്ടികൾ നടന്നു പോകുകയാണെങ്കിൽ അവരെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് പല പരിപാടികളും ഞങ്ങൾ കാണിക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അനുവദീയമാണ്. കാരണം ഹോളി സമയത്ത്, ദീപാവലി സമയത്ത്, ഇത്തരം കൻവാർ യാത്ര പോലത്തെ യാത്ര സമയത്ത് റോഡുകളും ഗതാഗത മാർഗങ്ങളും അല്ലെങ്കിൽ വഴികളും ഒക്കെ ഞങ്ങൾക്ക് വിട്ടുതരിക.
നിങ്ങൾക്കൊരു പരിപാടി ഉണ്ടാകുമ്പോൾ ഒരു 5 മിനിറ്റിന് പോലും ആ സ്ഥലങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരില്ല. കാരണം ഞങ്ങൾ പറയുവാണങ്ങളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, സഹകരിച്ചോളാം എന്നുള്ളതാണ് ഇവിടെ ഭരിക്കുന്ന ഈ സംഘ പരിവാൻസിൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ ആ സ്ഥലം ഭരിക്കുന്നത് ഇപ്പോൾ അവരാണല്ലോ. അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാരും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ നിയമങ്ങൾ അതിന് കൈയടിച്ച് പാസ്സാക്കുന്ന ചക്കക്കുരുവാണ് നമുക്ക് ഏറ്റവും മുകളിലുള്ളത്. അതുകൊണ്ട് ആർക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. സഹിച്ചും കേട്ടും കണ്ടുമൊക്കെ അങ്ങോട്ട് ജീവിച്ചോളാം. നിങ്ങൾ അറക്കണ്ട എന്ന് പറഞ്ഞാൽ അറക്കണ്ട, നിങ്ങൾ അവിടെ പള്ളി പുറത്തോട്ട് വെക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കണ്ട, അതങ്ങ് സഹിച്ചോളുക. ഏതാണെങ്കിലും നിങ്ങൾ ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ് ഈ പ്രത്യേകിച്ച് ഈ ഈദ് വരുന്ന സമയത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ പുറത്തോട്ട് വരും. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടക്കാണ് കൂടുതൽ കണ്ടത്. അതിൽ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടക്കാണ് അത് ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇത്രയും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പകരം ഹോളി ആണെങ്കിലും കാവടിയാത്ര ആണെങ്കിലും ശിവരാത്രി ആണെങ്കിലും ഗണപതി പപ്പ പറഞ്ഞ എന്താ പറയുക, അതിനെന്താ ദിവസം ആ ദിവസമാണെങ്കിലും ഹോളി ഈ ദീപാവലിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയ പരിപാടികളൊക്കെ ചെയ്യാം. ആ രീതിയിലോട്ട് നമ്മുടെ രാജ്യം മാറ്റി നമ്മുടെ രാജ്യത്തിന് അങ്ങോട്ട് മാറ്റി. 2014 മുമ്പ് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ആർക്കും ഉണ്ടായിരുന്നില്ല. നടക്കേണ്ട പോലെ ഭംഗിയായിട്ട് നടന്നിരുന്നു. പക്ഷേ ഇപ്പം നടക്കുന്നത് എങ്ങനെയെങ്കിലും 4 മുസ്ലിമിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ അടിക്കാലോ എന്നുള്ള ചിന്തയിലൂടെ മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളാണ്. തിരിച്ച് ഇവന്മാരതുപോലെ കാണിക്കുന്നില്ല, നല്ല കാര്യം. അതാണ് ആ ഒരു മതത്തിൻ്റെ പ്രത്യേകത, മെച്ചം എന്ന് പറയാൻ ഞാനത് മനസ്സിലാക്കുന്നത് അത് മാത്രമാണ്. കാരണം തിരിച്ച് ഹോളി ഉണ്ടാകുമ്പോൾ ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ, പള്ളി കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പരാതിയൊന്നുമില്ല, മിണ്ടുന്നില്ല. തിരിച്ച് കാൺവർ യാത്രക്ക് ഇവർ പള്ളിക്കെതിരെ അല്ലെങ്കിൽ പള്ളിൻ്റെ മേലോട്ട് വാള് ഉയർത്തി അല്ലെങ്കിൽ അമ്പ് ചെയ്ത് പല പരിപാടികളും കാണിക്കും. അപ്പോഴും കവർ ചെയ്ത് മിണ്ടാണ്ട് ആ സൈഡിലോട്ട് മാറിയിരുന്നോളും. പള്ളീൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങരുത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അപ്പം ആരും മാറി മിണ്ടാണ്ടിരുന്നോളും. നിങ്ങൾ ഇവിടെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കൊണ്ട് അർത്ഥമോ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അർത്ഥോളൂ, അല്ലെങ്കിൽ ബലി നൽകിക്കോളും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ ബീഫ് കൊണ്ടുപോകുന്നുണ്ടെന്നും പറഞ്ഞ് നിങ്ങളെ തച്ച് കൊന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് സ്വയം മരണം ഏറ്റുവാങ്ങുക, അത് കഴിഞ്ഞാൽ മിണ്ടാണ്ട് അങ്ങ് പോവുക. അതുകൊണ്ട് ഇവിടെ വലിയൊരു കലാപത്തിലോട്ട് ഇതുവരെ പോയിട്ടില്ല. നേരെ തിരിച്ചാണെങ്കിൽ ഇന്ന് ഈ രാജ്യം ചോരക്കളമായതിനെ എന്ത് ചെയ്യാനല്ലേ, കഷ്ടം.